ഓക്കെ, അരമണിക്കൂർ ഞാൻ നിനക്ക് സ്പേസ് തന്നു യൂട്യൂബില്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്നിട്ട് നിന്റെ ഇൻസ്റ്റാ ലൈവിൽ കയറിയിട്ട് ഫസീനെ കുറിച്ച് മണക്കുന്ന ഫസീനെ കുറിച്ച് മണക്കുന്നത് ശരിയല്ല. 2 മിനിറ്റ് എന്ന് പറയാൻ വേണ്ടി ഞാൻ നിന്നെ അവിടെ ഫക്ക് ചെയ്തോണ്ടിരിക്കുകയല്ല. അത് നീ മനസ്സിലാക്കി. രണ്ടൊക്കെ വേറെ പെണ്ണുങ്ങൾ അപ്പൊ നിനക്ക് പറയാം. നിന്റെ കാര്യം പറയുമ്പോ നിനക്കങ്ങ് കൊള്ളുവോ? നിനക്ക് വേറെ പെണ്ണിനെ കാണുമ്പോ ഞാൻ ഉള്ളതുള്ള പോലെ പറയാം. ഞാൻ ഉള്ളതുള്ള പോലെ പറയാം ആസിഫ. ഞാൻ കാര്യം പറയാം. ഞാൻ ഇത്ര സമയം യൂട്യൂബ് ലൈവില് നിന്നോട് ഫുള്ള് ചൂടായി ഇതിലാ സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഫസീന്റെ കേസ് എന്ന് പറഞ്ഞാ അല്ല, ഫസീന്റെ കേസ് അല്ല, നീ എന്റെ ഉള്ളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ പറയട്ടെ, നിന്റെ ലൈഫിലോ നിന്റെ യൂട്യൂബ് കരിയറിലോ ഞാൻ അങ്ങോട്ട് കയറി വന്നിട്ടില്ല. നീ നിന്റെ ഡിസ്കോഡിൽ കാലും പിരിച്ചിരുന്ന് എന്റെ വീഡിയോ റിയാക്ട് ചെയ്ത് ഞാൻ ഗേ ആണ് മറ്റതാണ് നീ ഞാൻ പറഞ്ഞുതരാം. നീ ഒരു വീഡിയോ കണ്ടിട്ടല്ലേ ഞാൻ ഗേ ആണെന്ന് പറഞ്ഞാ സ്കിപ്പ് ചെയ്യാം. 2 മിനിറ്റ് ഇവരോട് സംസാരിക്കാം. 2 മിനിറ്റ്. ഒരു മിനിറ്റ്. ഞാനെന്തോ ഒരു 100K അടിച്ചപ്പോ ഒരു 100K അടിച്ചപ്പോ ഞാൻ അതിലൊരു റൊമാൻറ്റിക് സോങ് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ട്, റീൽ ഇട്ട്. അത് കണ്ടിട്ട് നീ പറഞ്ഞ് ഗേ ആണെന്ന്. അങ്ങനെ റീൽ ഇടുന്നവ എല്ലാരും ഗേ ആണ്. നമുക്കൊരു വീഡിയോ അതിന് ചേരുന്ന പാട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സപ്പോസ് നീ ഇപ്പൊ കല്യാണം കഴിക്കാണ്, അപ്പൊ നിന്റെ സേവ് ദ ഡേറ്റിൽ നീ എന്തോ ഉസ്താദിന്റെ മതപ്രസംഗം എടുത്തിടോ അതോ പള്ളിയിലെ മണിയടി വല്ലതും എടുത്തിടോ? ഇല്ലല്ലോ, റൊമാൻറ്റിക് പാട്ടല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇട്ടപ്പോ നിന്നെ ഗേ എന്ന് ആൾക്കാർ പറയത്തില്ലേ? റൊമാൻറ്റിക് ചെയ്യടാ, ഇതിലെന്തിനാ എന്നോട് പറയുന്നത്? നീ എന്തേലും ചെയ്യ്. നിനക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, നീ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എന്നോട് പറയുന്നത് ഇതെല്ലാം എടുത്ത വിഷയം. ഞാൻ ഇവിടെ വന്നതിലറിയോ നീ ഫസീന്റെ അന്റെയും കേസ് ഇവിടെ സംസാരിച്ച് അത് സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെ അത്രേ പറയാനുള്ളൂ. ഞാൻ നിന്നെ വിളിച്ചെന്തിനാണെന്നറിയോ? നീ എന്നെ ആ പെണ്ണിനെ വെച്ച് പറഞ്ഞോണ്ട് നിനക്ക് ഫസി ഉണ്ടെങ്കിൽ ഞാൻ ആ പെണ്ണിനെ വെച്ച് പറയും. നീ എന്തോ കാണിക്കും? നീ ഗേൾഫ്രണ്ട് ശരിക്കും നിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു അപ്പൊ? എടാ എന്തുവാടാ എന്റെ സിസ്റ്ററിനെ പോലെ എന്നെ കാട്ടി ആണല്ലോ. പിന്നെന്താ നിനക്ക് പ്രശ്നം? നിന്റെ ഗേൾഫ്രണ്ട് അല്ല, അതെല്ലാരും നിന്നെ കാരണം അവളുടെ ഇമേജ് പോയാ? എന്ത് ഇമേജാ പോയാ? ഒന്ന് പറഞ്ഞു. നോക്കി എടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ജനറേഷൻ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അവളുടെ ചാറ്റ്, അവള് നിന്റെ ഒരു ഫാൻ ആയിരുന്നു, അത് മനസ്സിലാക്ക്. നിങ്ങളോടെ നല്ല രീതിയിലുള്ള ചാറ്റ്. അവൾക്ക് ഇപ്പൊ പുറത്ത് നടക്കുന്ന പേരെന്ന് പറയുമ്പോ അതെനിക്കിപ്പൊ പറയാൻ പറ്റത്തില്ല ലൈവില്. അവൾക്കിപ്പോ പുറത്തുണ്ടാവുന്ന ഒരു ഇമേജ് ഉണ്ട്. നീ എന്തുവാ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നു ആസിഫേ, നിനക്ക് നിന്റെ കാര്യങ്ങൾ പറയാനില്ല, നിനക്ക് പറയാൻ വിഷയമില്ല. അതാ ഒരു പെണ്ണിനെ നീ മുന്നിൽ ഇങ്ങനെ ഷീൽഡായിട്ട് നിർത്തിക്കുന്നത്, മനസ്സിലായോ? ഈ പെണ്ണിന്റെ കാര്യം നേരത്തെ യൂട്യൂബിൽ 1/2 മണിക്കൂർ സംസാരിച്ചപ്പോ നീ കേസെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. ബ്രോ ഒറ്റ കാര്യം പറയട്ടെ. പോവേണേ 6 മണിക്ക് മുന്നേ തിരിച്ചു വരും കേട്ടോ. ഡിപ്രഷൻ 5 മാസം ലൈവ് ഇടത്തില്ല, ഡിപ്രഷൻ ആണ് കേട്ടോ. അയ്യോ, പറഞ്ഞിട്ടങ്ങ് പോവാ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊരു ബ്രേക്കപ്പ് കിട്ടിയാ നിനക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു ബ്രേക്കപ്പ് കിട്ടും മനസ്സിലാവും. അതിന്റെ പെയിന് നിനക്ക് മനസ്സിലാവില്ല. ആ ഒരു ദിവസം നിനക്ക് കിട്ടുവാടാ, ഒരു ദിവസം നിനക്ക് അത് കിട്ടുവാടാ. കാര്യം പറയാലോ, അത് നിനക്ക് അപ്പൊ നീ പഠിക്കും. കാര്യം പറയാലോ. ബാക്കി എല്ലാ കാര്യത്തിനും മറ്റു ഞാൻ വീക്കാണ്. ആ കാര്യം പറയുമ്പോൾ മാത്രമേ ഞാൻ ഡൗൺ ആവും. പെമ്പിള്ളേരെ നിനക്ക് എന്ത് വേണോ പറയാം. നിന്റെ പെണ്ണിനെ പറഞ്ഞപ്പോ നിനക്ക് എന്ത് കൊണ്ടാ? മറ്റു പെമ്പിള്ളേരെ എന്താ ഞാൻ പറഞ്ഞത്? ആ പെണ്ണിനെ കുറിച്ച് എന്ത് മോശം ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞിട്ടുള്ള ഓരോ പെമ്പിള്ളേരും ഓരോന്നൊന്നും നിന്നെ കെട്ടി പറയുന്നത് എനിക്കിപ്പോ ചാറ്റ് കാണിച്ചു. അത്രയും തന്തയില്ലാത്തരം ഞാൻ ഇവിടെ കാണിക്കത്തില്ല. ഓക്കെ, ഒന്നുകൂടി പറ. അല്ല, നീ ഓരോരുത്തരും നിന്റെ ഡിസ്കോഡിലിട്ട് റിയാക്ട് ചെയ്യുന്നതും ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ അപ്പോഴേ ഞാൻ പറയട്ടെ, അതും ഇതും കാണിച്ചു നടക്കുന്ന പുണ്ടച്ചി മക്കളുണ്ട്, ബിച്ചസ്. അവരെ ഞാൻ റിയാക്ട് ചെയ്ത് മോശം